അവിഹിത ബന്ധം തടഞ്ഞ 5 വയസ്സുകാരനെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് തേനി കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. 2019 തേനി ജില്ലയിലെ കോമ്പൈ പോലീസ് സ്റ്റേഷന് സമീപം 5 വയസ്സുള്ള ആൺകുട്ടി ഗുരുതരമായ പരിക്കുകളോടെ മരിച്ചു കിടക്കുന്നതായി പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോമ്പൈ പോലീസ് സ്റ്റേഷൻ അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹരീഷ്, ഗീത, മുരുകൻ ദമ്പതികൾക്ക് ജനിച്ച ആൺകുട്ടിയാണ് മരിച്ചതെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് കുട്ടിയുടെ അമ്മ ഗീതയെയും മകൻ ഹാരിസിനെയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഭർത്താവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. തുടർന്ന് 5 വയസ്സുള്ള ആൺകുട്ടിയെ കൊലപ്പെടുത്തിയ കാർത്തിക് എന്ന യുവാവിനെ കോമ്പൈ പോലീസ് സ്റ്റേഷൻ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണ റിപ്പോർട്ട് തേനി ജില്ലാ സംയുക്ത കോടതിയിലെ അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം കോടതിയിൽ നടന്ന കേസിന്റെ വിചാരണ അവസാനിപ്പിച്ച് തെളിവുകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ കാർത്തിക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പ്രതിക്ക് ജീവപര്യന്തം തടവും 2000 രൂപ പിഴയും വിധിച്ചു. തുടർന്നാണ് പോലീസ് സുരക്ഷയിൽ പ്രതിയെ മധുരൈ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.